أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما يفتري الكذب الذين لا يؤمنون بآيات الله وأولئك هم الكاذبون. اتقوا الله عباد الله. ഏറ്റവും ആദരവ് നിറഞ്ഞ വിശ്വാസികളെ, സഹോദരന്മാരെ, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നല്ല ഒരു മനസ്സ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, ജീവിതത്തിൽ എപ്പോഴും സന്തോഷമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ സന്തോഷത്തിന്റെ മേഖലയിൽ വരുന്ന ഒരു വിഷയമാണ് തമാശ പറയുക എന്നുള്ളത്. തമാശ പറയാത്ത മനുഷ്യരല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അതിഷ്ടപ്പെടാത്ത ആളുകൾ വളരെ വിരളമാണ്. എന്നാൽ ഏതൊരു വിഷയത്തിലും പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ച മാർഗങ്ങളുണ്ടോ, നിർദ്ദേശങ്ങളുണ്ടോ, അതുപോലെ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് തമാശ നമുക്ക് പറയുവാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ളതും വിരോധിക്കപ്പെട്ടിട്ടുള്ളതും. നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നല്ല ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തമാശ പറഞ്ഞ ഒട്ടനവധി സന്ദർഭങ്ങളുണ്ട്. നിങ്ങൾ നോക്കൂ, മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല ലി അൻ-നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ ദൽ ഉദ്നൈൻ, രണ്ട് ചെവിയുള്ളവരെ. ഒരു തമാശ രൂപത്തിൽ അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പറയുകയാണ്. ആ പറഞ്ഞതിനെ സംബന്ധിച്ച് അബൂ ഉസാമ റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. യഅനി യുമാസിഉഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിളിച്ചതുകൊണ്ടുള്ള ഉദ്ദേശം അദ്ദേഹത്തോട് തമാശ പറയലായിരുന്നു എന്നുള്ളതാണ്. മറ്റൊരു സംഭവം അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു, ലിയുഖാലിതുനാ, ഞങ്ങളോട് ഇടകലർന്ന് സഹവസിക്കുന്ന ഒരാളായിരുന്നു. ഹത്താ യഖൂല ലി അഖിൻ ലി സഗീർ, എത്രത്തോളം എന്ന് വെച്ചാൽ എന്റെ കുഞ്ഞനിയനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ അബാ ഉമൈർ, അല്ല അബൂ ഉമൈറെ, മാ ഫഅല നുഐർ, നിന്റെ നുഗൈർ എന്ത് ചെയ്യുന്നു? നുഗൈർ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പക്ഷിക്കുഞ്ഞിന്റെ പേരാ.
അപ്പൊ നിന്റെ ആ പക്ഷിക്കുഞ്ഞ് എന്ത് ചെയ്യുന്നു അബൂ ഉമൈർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ കുഞ്ഞനിയനോട് ചോദിച്ചിരുന്നു എന്ന് അനസ് റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുകയാണ്. വിശ്വാസികൾ, ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? പരിശുദ്ധ ദീനുൽ ഇസ്ലാം തമാശ പറയുന്നത് അനുവദിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. സ്വഹാബികളും ആ തമാശ പറയുന്നതായി ഹദീസുകളിൽ നമുക്ക് കാണാം. സുഇല ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടു, ഹൽ കാന അസ്ഹാബുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൽഹഖൂൻ, നബിയുടെ സ്വഹാബിമാർ ചിരിക്കുമായിരുന്നോ? അവര് തമാശകളൊക്കെ പറഞ്ഞുകൊണ്ട് ചിരിക്കുമായിരുന്നോ എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി കാല നഅം, അതെ, അവർ ചിരിക്കും. വൽ ഈമാനു ഫീ ഖുലൂബിഹിം അഅ്ളമു മിനൽ ജിബാൽ, എന്നാൽ എപ്പോഴും അവരുടെ ഹൃദയങ്ങളിൽ, അവരുടെ മനസ്സിൽ ഈമാൻ പർവ്വത സമാനമായ നിലക്കുണ്ടാകും. തമാശ പറയുന്നവരാണ്, ചിരിക്കുന്നവരാണെന്ന് കരുതി അവരുടെ ഈമാനിൽ ഒരു പ്രശ്നവും ഒരു കോട്ടവും അവർക്കുണ്ടാവുകയില്ല എന്ന് സാരം. അതുകൊണ്ട് വിശ്വാസികളെ, നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ തമാശ പറയുന്ന ആളുകളാണ്. മറ്റുള്ളവരെ ചിരിപ്പിക്കുവാനും സന്തോഷിപ്പിക്കുവാനും ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2-3 വിഷയങ്ങൾ. ഒന്ന്, ഞാൻ തമാശ ആരോടാണ് പറയുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. ഞാൻ തമാശ പറയുന്ന സന്ദർഭം അത് അനുയോജ്യമായതാണോ എന്ന് ചിന്തിക്കണം. എനിക്ക് പറയാൻ യോജിച്ച വ്യക്തിയോടാണോ ഞാനിത് പറയുന്നത് എന്ന് ചിന്തിക്കണം. കാരണം ഒരു വ്യക്തിയുടെ അഭിമാനത്തെ ക്ഷതം വരുത്താൻ വിശ്വാസിക്ക് പാടില്ല. അതുപോലെ തന്നെയാണ് പണ്ഡിതന്മാരെ, അതുപോലെ തന്നെ വലിയ പ്രായമുള്ള ആളുകളോട് തമാശ പറയുന്നത് അത്ര യോജിച്ചതല്ല. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, മിനസ് സുന്നത്തി അയ്യുഖിറൽ ആലിം, ഒരു പണ്ഡിതനെ ആദരിക്കുക, ബഹുമാനിക്കുക എന്നുള്ളത് സുന്നത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് വിശ്വാസികളെ, ദീൻ പഠിക്കുന്ന സന്ദർഭത്തിൽ, അതുപോലെ തന്നെ ദീനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന സന്ദർഭത്തിലെല്ലാം ആ തമാശ എന്നുള്ള സുന്നത്ത് അനുവദനീയമല്ല. പരിഹസിച്ചുകൊണ്ട് പറയുന്ന ആ രൂപം അതൊരിക്കലും അനുവദനീയമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ തമാശ അനുവദനീയമാണ്, അത് പറയാൻ പറ്റുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി ആ തമാശയിൽ വിരോധിക്കപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നമ്മൾ പരിപൂർണമായിട്ട് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയവർക്കേ തമാശ പറയാനും പറ്റുകയുള്ളൂ. ഒന്ന്, തമാശയിൽ ഒരിക്കലും കളവ് വരാൻ പാടില്ല. കാരണം ഒരു വിശ്വാസി ഈമാനുള്ളവനായിരിക്കണം, വിശ്വാസി റബ്ബിനെ ഭയപ്പെടുന്നവനായിരിക്കണം. അവന്റെ നാവിൽ നിന്ന് സത്യം മാത്രമേ പുറത്തു പോകുവാൻ പാടുകയുള്ളൂ എന്നുള്ള ആ ഒരു സൽസ്വഭാവത്തിന്റെ മാതൃകയാണ് വിശ്വാസികളായ ഞാനും നിങ്ങളും തെരഞ്ഞെടുക്കേണ്ടത്. കള്ളം കെട്ടിച്ചമക്കുക എന്നുള്ളത് സത്യനിഷേധികളുടെ സ്വഭാവമാണ്. നമ്മൾ മനസ്സിലാക്കണം. വിശ്വാസികളായ എന്റെയും നിങ്ങളുടെയും നാവിൽ നിന്ന് പോകുന്ന വാക്കുകൾ അത് സത്യസന്ധതയുള്ളതായിരിക്കണം. നിങ്ങൾ നോക്കൂ സത്യനിഷേധികളുടെ അവസ്ഥ. അല്ലാഹ് പറയാ, ഇന്നമാ യഫ്തരിൽ കദിബല്ലദീന ലാ യുഅ്മിനൂന ബിആയാതില്ലാഹ് വഉലൈക ഹുമുൽ കാദിബൂൻ. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കാത്തവരില്ലേ, ആ വിശ്വസിക്കാത്തവർ തന്നെയാണ് കള്ളം ചെട്ടിച്ചമച്ചുകൊണ്ടിരിക്കുന്നത്. അവർ തന്നെയാണ് കള്ളവാദികൾ. ഒരു വിശ്വാസിയുടെ നാവിൽ നിന്ന് ഉതിർന്നു വീഴുന്ന വാക്കുകൾ കള്ളവാദിത്വം വാദിക്കുന്നവരുടെ പോലെയുള്ള വാക്കുകളല്ല. അത് മറ്റുള്ളവന്റെ മനസ്സിൽ സന്തോഷമുളവാക്കുന്ന വാക്കുകളായിരിക്കും. അതുകൊണ്ട് തന്നെ തമാശയിൽ കളവ് വരാൻ പാടില്ല. അത് മുനാഫിക്കിന്റെ അടയാളമാണ്, അത് കാപട്യത്തിന്റെ അടയാളമാണെന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആയത്തുൽ മുനാഫിഖി സലാസുൻ. അല്ലേ, മനപ്പാടാക്കാത്ത ആളുകൾ ഉണ്ടാവൂല. ആയത്തുൽ മുനാഫിഖി സലാസുൻ, മുനാഫിക്കിന്റെ അടയാളം 3 ഇദാ ഹദ്ദസ കദബ,
അവൻ സംസാരിച്ചാൽ കളവ് പറയും. വഇദാ വഅദ അഖ്ലഫ, വാഗ്ദത്തം ചെയ്താൽ അത് ലംഘിക്കും. വഇദാ ഉതുമിന ഖാന, വിശ്വസിച്ചാൽ ചതിക്കുകയും ചെയ്യും. അതുകൊണ്ട് തമാശ പറയും ഒരിക്കലും അതിൽ കളവ് വരാൻ പാടില്ല എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. നമ്മളൊക്കെ പറഞ്ഞിട്ട് എന്താ പറയാറ്? നമ്മൾ നല്ലോണം തമാശ പറയും. അവന്റെ ന്യൂനതകളെ എടുത്ത് ചിത്രീകരിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കും. എന്നിട്ട് നമ്മൾ പറയും അത് ഞാൻ തമാശ പറഞ്ഞതാണ്, അതൊരു തമാശയല്ല. അവന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങളും അവന്റെ ഹൃദയത്തെ പ്രയാസപ്പെടുത്തുന്ന വാക്കുകളും പറഞ്ഞിട്ട് നമ്മൾ പറയാ, നിന്റെ മനസ്സ് ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കിയതാ, നിന്റെ ഉള്ളൊന്ന് ഞാൻ തിരഞ്ഞെടുത്ത് നോക്കിയതാ, നിന്റെ ഇപ്പോഴത്തെ നിലപാട് ഞാനൊന്ന് എടുക്കാൻ വേണ്ടി ചോദിച്ചതാ. ഇവനാരാ? റബ്ബോ? ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് അവന്റെ ഹൃദയത്തെ പ്രയാസപ്പെടുത്തുന്ന വാക്ക് സംസാരിച്ചുകൊണ്ട് ഞാനത് തമാശ പറഞ്ഞതാണെന്ന് പറയാൻ വിശ്വാസിക്ക് എങ്ങനെ കഴിയും? ചില വാക്കുകൾ ആയുധത്തെക്കാൾ മൂർച്ചയുള്ള വാക്കുകളാണ്. ഗൗരവപൂർവ്വം നമ്മൾ ശ്രദ്ധിക്കണം. അവൻ പറയുന്നത് കൊണ്ട് ഫിത്നകളല്ലാതെ പ്രശ്നങ്ങളല്ലാതെ മറ്റെന്താണ് ഉണ്ടാവുക വിശ്വാസികളെ? അതുകൊണ്ട് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? തമാശയിൽ കളവ് പറയാൻ പാടില്ല. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾക്കറിയുമോ സഹോദരന്മാരെ, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ വീട്ടിലുള്ള സന്ദർഭം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ വീട്ടിലിരുന്ന സന്ദർഭം, ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ എന്റെ ഉമ്മ എന്നെ വിളിച്ചു, മോനെ നീ ഇങ്ങോട്ട് വാ, എന്റെ മോനെ നീ ഇങ്ങോട്ട് വാ, നിനക്ക് ഞാനൊരു സംഭവം തരാം, ഒരു സാധനം തരാം. ആ സന്ദർഭത്തിൽ ഞാൻ ചെന്നു. ആ സന്ദർഭത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെയുള്ള പെണ്ണിനോട്, എന്റെ ഉമ്മയോട് ചോദിക്കുകയാണ്, നീ എന്തിനാണ് ആ കുഞ്ഞിനെ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോ ആ പെണ്ണ് പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂലേ, കുറച്ച് ഈന്തപ്പഴം കൊടുക്കുവാൻ വേണ്ടി ഞാൻ വിളിച്ചതാണ്. ആ സന്ദർഭത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, അമാ ഇന്നകി ലൗലം തുഅതി ശൈഅൻ കുതിബത അലൈകി കിദ്ബാ. പെണ്ണേ, നീ അവനെ വിളിച്ചിട്ടെങ്ങാനും അവൻക്ക് ആ ഈന്തപ്പഴം നീ കൊടുത്തില്ലായിരുന്നുവെങ്കിൽ അല്ലാഹു നിന്റെ മേലെ ഒരു കളവ് രേഖപ്പെടുത്തുമായിരുന്നു. നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാ. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലെ സ്ത്രീകളൊക്കെ കുട്ടികളെ വിളിക്കും, മോനെ വായോ, അമ്മച്ചിയുടെ അടുത്തേക്ക് വന്നമ്മ മിഠായി തരാം. കുട്ടി വരുന്നത് എന്തുകൊണ്ടാ? മിഠായി കിട്ടണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി വരികയാണ്. പക്ഷെ ഉമ്മ അവിടെ കളവ് പറഞ്ഞു, ഉമ്മയുടെ പേരിലൊരു കളവ് രേഖപ്പെട്ട് കഴിഞ്ഞു. അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് കളവ് പറഞ്ഞുകൊണ്ടുള്ള ഒരു രീതി പ്രത്യേകിച്ച് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻക്കുണ്ടാകാൻ പാടില്ല എന്ന് നാം ഗൗരവപൂർവ്വം നമ്മൾ ചിന്തിക്കുക. അതുപോലെ തന്നെ തമാശ പറയുന്ന അവസ്ഥയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ ഭയപ്പാടുണ്ടാക്കുന്ന രൂപത്തിൽ നമ്മൾ സംസാരിക്കാൻ പാടില്ല. എങ്ങനെ? ഒരു വിശ്വാസിയുടെ ഹൃദയം ഭയപ്പെടുക, പേടിക്കുക, ആ രൂപത്തിലുള്ള സംസാരങ്ങൾ ഒരു തമാശ രൂപത്തിൽ പറയാൻ വിശ്വാസികളായ നമുക്ക് അനുവദനീയമല്ല. ഒരിക്കൽ ഒരു യാത്രാമധ്യേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും ഒരു സ്ഥലത്ത് ഇറങ്ങി ഒന്ന് വിശ്രമിക്കുവാൻ വേണ്ടി. ആ സന്ദർഭത്തിൽ ഒരു സ്വഹാബിയുടെ കയർ മറ്റൊരു വ്യക്തി ഒളിപ്പിച്ചു വെച്ചതാണ്, വെറുതെ ഒരു തമാശക്ക് വേണ്ടി നമ്മളൊക്കെ ചെയ്യുന്ന രൂപത്തിൽ. അങ്ങനെ ആ മനുഷ്യൻ അത് ഉറക്കത്തിൽ നിന്ന് ഉണർന്നു നോക്കുമ്പോ അങ്ങേയറ്റം ഭയപ്പെട്ടു, പേടിച്ചു. അത് കാണാനില്ലാത്തത് കൊണ്ട് പ്രയാസപ്പെട്ടു. അങ്ങനെ അത് കിട്ടിയ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു, ലാ യഹില്ലു ലിമുസ്ലിമിൻ അയ്യുറവ്വിഅ മുസ്ലിമാ. ഒരു മുസ്ലിമിനും മറ്റൊരു മുസ്ലിമിനെ ഭയപ്പെടുത്തുവാൻ പാടില്ല. നോക്കൂ നിങ്ങൾ, എത്ര നിസ്സാരമായ കാര്യത്തിലും അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങൾ വിശ്വാസികളെ നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ ആലോചിക്കണം. അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചതാണ്. അതുപോലെ തന്നെ തമാശക്ക് വേണ്ടി ആയുധം ചൂണ്ടാൻ പാടില്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മൻ ഹമല അലൈന സിലാഹ ഫലൈസ മിന്നാ. നമുക്കെതിരെ ആയുധമെടുക്കുന്നവൻ അവൻ നമ്മിൽപ്പെട്ടവനല്ല. അതുകൊണ്ട് ആയുധമെടുക്കുക, എന്നിട്ട് നമ്മൾ മറ്റുള്ളവന്റെ നേരെ അതിങ്ങനെ നീട്ടിപ്പിടിച്ചുകൊണ്ട് നമ്മൾ പറയും തമാശക്ക് വേണ്ടി ചെയ്ത, പക്ഷേ ആ ഒരു തമാശ ഒരു പക്ഷേ അത് കാര്യത്തിലേക്ക് എത്തിക്കാം. അതുകൊണ്ട് അതും പാടില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അടുത്തത്, തമാശ പറയുന്നതിൽ ഒരിക്കലും പരിഹസിക്കുവാനും പാടില്ല, കളിയാക്കാൻ പാടില്ല. അല്ലെ, പലപ്പോഴും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മൾ തമാശ പറയുന്നുണ്ടെങ്കിലും അത് കേൾക്കുന്ന ഭാര്യയുടെ, മക്കളുടെ, അയൽവാസിയുടെ, കുടുംബനാഥന്റെ അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ടവർ ആരൊക്കെയുണ്ടോ അവരുടെ ഹൃദയത്തിൽ നമ്മുടെ വാക്ക് കൊണ്ടൊരു പ്രയാസമുണ്ടായാൽ വിശ്വാസികളെ അത് മതി ഒരു തിന്മയായി നമ്മുടെ മേലിൽ രേഖപ്പെടുത്തുവാൻ. അതുകൊണ്ട് ഗൗരവത്തോടുകൂടി നമ്മൾ കാണണം. നിങ്ങൾ നോക്കൂ, ഒരാളുടെ മനസ്സിനെയും പ്രയാസപ്പെടുത്താത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഇസ്ബുക മിൻ സഫിയ്യത കദാ വകദാ ഖാല ഗൈറ മുസദ്ദദിൻ തഗ്നി ഖസ്വീറ. താങ്കൾക്ക് ഇന്നവളായ കുറിയവളായ എന്ന് പറഞ്ഞാൽ സഫിയ റളിയല്ലാഹു അൻഹ കുറച്ച് താഴ്ന്ന ആളായിരുന്നു. ആ ഒരു പെണ്ണിന് നിങ്ങൾക്ക് മതിയല്ലേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ പറഞ്ഞു. ആ സന്ദർഭത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത മറുപടി, ലഖദ് ഖുൽതി കലിമതൻ ലൗ മുസ്ജത് ബിമാഇൽ ബഹരി ലമസ്ജതുഹു. ആയിഷ, നീ പറഞ്ഞ ആ വാക്ക് കടലിൽ കലക്കിയാൽ അതിന്റെ നിറവും വാസനയും വരെ മാറും ആയിഷ. അതുകൊണ്ട് അങ്ങനെ നീ പറയല്ലേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. മറ്റൊരാളെ പരിഹസിക്കാൻ, അല്ലേ, അത് പാടില്ല, അത് തെറ്റാണ്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവന്റെ ജീവിതത്തിൽ അവൻ അത് കൊണ്ടുവരാൻ പാടില്ല. നമ്മൾ ഗൗരവത്തോടുകൂടി ചിന്തിക്കുക. നിങ്ങൾ നോക്കൂ, അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കക്കാർക്കിടയിൽ അൽ അമീനായ വ്യക്തിയായിരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസ്തനായ വ്യക്തിയായിരുന്നു. എല്ലാവരും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെട്ടു. എത്രത്തോളം എന്ന് വെച്ചാൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന ഘട്ടത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് പറയുന്നുണ്ട്, സ്വഹാബ, ആരുടെയെങ്കിലും അഭിമാനത്തെ ഞാൻ ക്ഷതം വരുത്തിയിട്ടുണ്ടെങ്കിൽ എന്റെ അഭിമാനമിതാ, നിങ്ങൾ പകരമെടുത്തുകൊള്ളുക. ആരെയെങ്കിലും അന്യായമായി ഞാൻ തല്ലിയിട്ടുണ്ടെങ്കിൽ ഫഹാദാ ളുഹരി, എന്റെ മുതുകിതാ നിങ്ങൾ പകരമെടുത്തുകൊള്ളുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉദാത്തമായ സൽ സ്വഭാവമാണ് വിശ്വാസികളെ നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ടത്. ഈ ആധുനിക കാലഘട്ടത്തിൽ എത്രയോ ആളുകൾ പ്രവാചകനെ നിന്ദിക്കുന്ന രൂപത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ വാക്കുകളിലൂടെ, കവിതകളിലൂടെ, പാട്ടുകളിലൂടെ അവർ എഴുതി വിടുമ്പോ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും അത്തരത്തിലുള്ള കാര്യങ്ങൾ ചിന്തിക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിക്കേണ്ടത് പ്രമാണങ്ങളിലൂടെയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിക്കേണ്ടത് പാട്ടുകളിലൂടെയല്ല, കവിതകളിലൂടെയല്ല, ലേഖനങ്ങളിലൂടെയല്ല, മറിച്ച് പ്രമാണബദ്ധമായി കൊണ്ട് പ്രവാചകനെ പഠിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകേണ്ടതുണ്ട്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പൊ വിശ്വാസികളെ ജീവിതത്തിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, പരിഹസിക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ എത്ര ധൈര്യമായിട്ടാ ചോദിച്ചെന്നറിയോ, ആരുടെയെങ്കിലും അഭിമാനത്തെ ക്ഷതം വരുത്തിയിട്ടുണ്ടെങ്കിൽ എന്റെ അഭിമാനം ഇതാ, നിങ്ങൾ പകരം വീട്ടിക്കോളൂ. ഒരാളും വന്നില്ല. ആരെങ്കിലും ഞാൻ അന്യായമായി തല്ലിയിട്ടുണ്ടെങ്കിൽ എന്റെ മുതുകിത നിങ്ങൾ പകരം വീട്ടിക്കോളൂ. ആരും വന്നില്ല. നമുക്ക് പറയാൻ കഴിയോ വിശ്വാസികൾ? അങ്ങനെ നമ്മളങ്ങനെ പറഞ്ഞ എത്ര ആൾക്കാർക്ക് നമ്മോട് പകരം വീട്ടാണ്ടാകും? എത്ര ആളുകളുടെ അഭിമാനത്തെയാണ് നമ്മൾ ക്ഷതം വരുത്തിയിട്ടുള്ളത്? എത്ര ആളുകളെയാണ് അന്യായമായിട്ട് നമ്മൾ തല്ലിയത്? ആത്മാർത്ഥമായി കൊണ്ട് വിശ്വാസം ചിന്തിക്കണം.
അതുകൊണ്ട് അത് പാടില്ല എന്ന് പറഞ്ഞാൽ അത് പാടില്ല, ഗൗരവത്തോടുകൂടി കാണുക. അതുപോലെ നമ്മൾ ഈ ഒരു വിഷയത്തിൽ മനസ്സിലാക്കേണ്ടതാണ്, തമാശക്കാരനായിക്കൊണ്ട് നമ്മൾ ജീവിക്കാൻ പാടില്ല. ചില ആളുകളുണ്ട് എപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട്, എന്നിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് തമാശ പറഞ്ഞതാണ്. അപ്പൊ തമാശക്കാരനായിക്കൊണ്ട് വെറും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ പാടില്ല. എന്നാൽ ആ തമാശ പറയൽ സുന്നത്തുമാണ്, അത് അതിന്റേതായ രൂപത്തിലായിരിക്കണമെന്ന് മാത്രം. ഇനി വിശ്വാസികളെ, ചില ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ചില ആളുകൾ എപ്പോഴും ഇങ്ങനെ തമാശ പറഞ്ഞ് പരലോകത്തെ കുറിച്ചിട്ടുള്ള ചിന്തയില്ല, എല്ലാ കാര്യങ്ങളും അറിയണം, എല്ലാ കാര്യങ്ങളും ഇടപെടണം എന്നുള്ള ആ ഒരു രീതി വിശ്വാസി അവന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റണം. കാരണം അവൻ മരണപ്പെട്ട് നാളെ പരലോകത്തെ കണ്ടുമുട്ടേണ്ടവനാണ്. അല്ലാഹ് പറയുന്നു, അതുകൊണ്ട് ഫല്യദ്ഹഖൂ ഖലീലൻ വൽയബ്കൂ കസീറ ജസാഅൻ ബിമാ കാനൂ യക്സിബൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്, അതിനാൽ അവർ അല്പം ചിരിക്കുകയും കൂടുതൽ കരയുകയും ചെയ്തുകൊള്ളട്ടെ, അവർ ചെയ്തു വെച്ചിരുന്നതിന്റെ ഫലമായിക്കൊണ്ട്. വിശ്വാസികളെ, ജീവിതത്തിൽ കൂടുതൽ കരയാൻ, റബ്ബിനെ ഓർത്തുകൊണ്ട് കരയാൻ, പരലോകത്തെ ഓർത്തുകൊണ്ട് കരയാൻ, ഖബറിനെ ഓർത്തുകൊണ്ട് കരയാൻ, നാളെ അല്ലാഹുവിന്റെ വിചാരണയെ കണ്ടുമുട്ടണമല്ലോ എന്നുള്ള ചിന്ത ഓർത്തുകൊണ്ട് കരയാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ, വിശ്വാസികളെ, നമ്മൾ എത്രയോ ഭാഗ്യവാന്മാരായിട്ടുള്ള ആളുകളാണ്. കരയാൻ വിശ്വാസിക്ക് സാധിക്കണം. അല്ലാഹ് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലേ? അപ്പൊ റബ്ബിനെ ഓർത്തുകൊണ്ട് കരയാ, വെറും തമാശ പറഞ്ഞ് ഇങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകല്ല. പരിശുദ്ധമായ ഖുർആന്റെ വചനങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആ ഒരു തേങ്ങലും ഒരു ആവലാതിയൊക്കെ വരണം. അത് ഈമാനിന്റെ ഭാഗമാണ്, അത് വിശ്വാസിക്ക് നിർബന്ധമായ കാര്യമാണ്. അല്ലാഹ് ചോദിക്കുന്നു, വതദ്ഹഖൂന വലാ തബ്കൂൻ, നിങ്ങൾ ചിരിച്ചുകൊണ്ടിരിക്കുകയും കരയാതിരിക്കുകയും ചെയ്യുകയാണോ? വഅൻതും സാമിദൂൻ, നിങ്ങൾ എന്താ അശ്രദ്ധയിൽ കഴിയുകയാണോ? ചില ആളുകളൊക്കെ അശ്രദ്ധയിലാണ്. അതുകൊണ്ട് ആ അശ്രദ്ധയിൽ നിന്ന് മാറി അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള ഓർമ്മ വരണമെന്നാണ് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചത്. ഗൗരവത്തോടു കൂടി കാണുക. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ലാ തുക്സിറുൽ ലഹിക, നിങ്ങൾ ചിരി അധികരിപ്പിക്കരുത് എന്ന് പറഞ്ഞാ ചിരിക്കരുത് എന്നല്ല, ചിരി അധികരിപ്പിക്കരുത്. ഫഇന്ന കസ്റത്തൽ ലഹികി തുമീതുൽ ഖൽബ, ആ ചിരിയുടെ ആധിക്യം അത് ഹൃദയത്തെ നിർജീവമാക്കും, പരലോക ചിന്തയിലേക്കുള്ള ആ ഒരു ചിന്ത നഷ്ടപ്പെടുത്തും. അതുകൊണ്ട് ചിരിയെ നിങ്ങൾ അധികരിപ്പിക്കരുത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ മഹാനായ ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് റഹ്മഹുല്ലാഹ് പറയുന്നുണ്ട്, നിങ്ങൾ തമാശയെ നിങ്ങൾ സൂക്ഷിക്കണം, കാരണം അത് നിങ്ങളുടെ വ്യക്തിത്വത്തെ അത് നഷ്ടപ്പെടുത്തും. അമിതമായി കൊണ്ടുള്ള തമാശ അത് വിശ്വാസിക്ക് പാടില്ല. അതുപോലെ തന്നെ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക് നമുക്ക് കാണുവാൻ കഴിയും, മൻ കസുറ ലഹിഖുഹു ഖല്ലത് ഹൈബത്തുഹു, ആര് ചിരി അധികരിപ്പിക്കുന്നുവോ അവന്റെ ഗാംഭീര്യം അവർക്ക് നഷ്ടപ്പെടും. അതുപോലെ തന്നെ മൻ മസഹ ഇസ്തുഖിഫ ബിഹി, ആര് തമാശ അധികരിപ്പിക്കുന്നുവോ അവൻ നിസ്സാരനാക്കപ്പെടും. വമൻ അക്സറ മിൻ ഷൈഇൻ ഉർഫ ബിഹി, ഒരാൾ ഏത് കാര്യമാണോ വർദ്ധിപ്പിക്കുന്നത് അവൻ ആ കാര്യത്തിലായിരിക്കും അറിയപ്പെട്ടുകൊണ്ടിരിക്കുക. എന്ന് പറഞ്ഞ തമാശ ഇങ്ങനെ വല്ലാതെ അധികരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ഓനൊരു തമാശക്കാരനാണെന്നുള്ളൊരു പേര് വരും. അപ്പൊ തമാശ നമുക്ക് പറയൽ അനുവദനീയമാണ്. അവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഒരിക്കലും മറ്റുള്ളവന്റെ അഭിമാനത്തെ ക്ഷതം വരുത്തുന്ന രൂപത്തിലാകാൻ പാടില്ല. അമലുകൾ മാറ്റിവെച്ചുകൊണ്ടുള്ള രൂപത്തിലുള്ള തമാശകൾ അനുവദനീയമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ അധ്യാപനങ്ങളിലൂടെയുള്ള രൂപത്തിലുള്ള തമാശകൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് അനുവദിക്കപ്പെട്ടതാണ്. ഇതെല്ലാം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നാളെ നമ്മുടെ പരലോക മോക്ഷത്തിന് വേണ്ടിയാ, നമുക്ക് ഖൈറിന് വേണ്ടിയാ.
അതുകൊണ്ട് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ അധ്യാപനങ്ങളെയും അത് അതിന്റേതായ രൂപത്തിലും അതിന്റേതായിട്ടുള്ള മേന്മയിലും കണ്ടുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇഹലോകത്തും നാളെ പരലോകത്തും രക്ഷപ്പെടാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس أوصيكم وإياي ثانيا بتقوى الله. ഏറ്റവും ആദരവ് നിറഞ്ഞ വിശ്വാസികളെ, സഹോദരന്മാരെ, ഒരിക്കൽ കൂടി റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഒരുപാട് അവസ്ഥകളിൽ തമാശ പറഞ്ഞതായി നമുക്ക് ഹദീസുകളിൽ കാണുവാൻ കഴിയും. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ പറയുന്ന ഓരോ വാക്കുകളും കൃത്യമായി ഞാൻ പറയുന്ന വാക്ക് എനിക്ക് പറയാൻ പറ്റിയതാണോ, ഞാൻ ഈ വാക്ക് പറയുന്നത് മൂലം ഇവിടെ എന്തെങ്കിലും ഫിത്നകൾ ഉണ്ടാകുമോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ടുള്ള ഒരു ചിന്ത കഴിഞ്ഞിട്ട് മാത്രമേ അവനത് പറയാൻ പാടുകയുള്ളൂ. നിങ്ങൾ നോക്കൂ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ സ്വഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് ഇന്നക തുദാഇബുന, റസൂലേ താങ്കൾ ഞങ്ങളോട് തമാശ പറയുന്നുവല്ലോ. സ്വഹാബത്ത് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ അങ്ങ് ഞങ്ങളോട് തമാശ പറയുന്നുണ്ടല്ലോ. ഖാല, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഇന്നി ലാ അഖൂലു ഇല്ലാ ഹഖ, അതെ ഞാൻ സത്യമായതല്ലാതെ പറയുന്നില്ല. നോക്കൂ നിങ്ങൾ, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തമാശയുടെ ഒരു രൂപം അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് സത്യമായിരിക്കും. അങ്ങനെ തമാശ പറയാൻ നമുക്ക് കഴിയണം. ആ തമാശ പറയുന്നതിലൂടെ മറ്റുള്ളവർ നമ്മെ ഇഷ്ടപ്പെടുവാനും നമുക്ക് കഴിയണം. പക്ഷെ നമ്മുടെ തമാശ പലപ്പോഴും മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുന്ന രൂപത്തിലായി പോയി. അത് ഉണ്ടാകാൻ പാടില്ല. അത് മക്കളോടാണെങ്കിലും ഭാര്യമാരോടാണെങ്കിലും ഭർത്താക്കന്മാരോടാണെങ്കിലും കുട്ടികളോടാണെങ്കിലും ആരോടാണെങ്കിലും സത്യം മാത്രമേ നമ്മൾ പറയാൻ പാടുകയുള്ളൂ. അല്ലെങ്കിൽ അത് മുനാഫിക്കുകളുടെ കാപട്യമുള്ള ആളുകളുടെ ലക്ഷണമായി, കളവ് പറയുന്നവനായി അത് മാറിപ്പോകും. അതുകൊണ്ട് ആ ഒരു രീതി നമ്മൾ ഒഴിവാക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾ പറയുന്ന ഓരോ വിഷയങ്ങളും, നമ്മൾ പഠിക്കുന്ന ഓരോ വിഷയങ്ങളും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള മനസ്സ് നൽകി റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ ഇന്ന് വന്നുപോയിട്ടുള്ള എല്ലാ പാപങ്ങളും നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകണേ. റബ്ബേ, ഒരുപാട് ആളുകൾ പ്രയാസങ്ങൾ കൊണ്ട്, കടങ്ങൾ കൊണ്ട്, രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് നാഥാ. അവരുടെ ജീവിതത്തിൽ നീ ശാന്തിയും സമാധാനവും നൽകി നീ അവരെ അനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുവേ, അപകട മരണങ്ങളിൽ നിന്നും അപകട രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും നീ കാത്ത് സംരക്ഷിക്കുമാറാകണേ. അല്ലാഹുവേ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന, അവർക്ക് നന്മ ചെയ്യുന്ന, അവരെ പരിപാലിക്കുന്ന, അവരെ ശ്രദ്ധിക്കുന്ന യഥാർത്ഥ മക്കളിൽ നാഥാ നീ ഞങ്ങളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണേ.
അല്ലാഹുവേ, ഞങ്ങളുടെ സാമ്പത്തിക കച്ചവട മേഖലകളിൽ ഞങ്ങൾക്ക് നീ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുവേ, ചെയ്യുന്ന എല്ലാ അമലുകളും പരിപൂർണമായ ഇഖ്ലാസോടുകൂടി ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കുകയും തക്കതായ പ്രതിഫലം നൽകി റബ്ബേ നീ ഞങ്ങൾ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണേ. റബ്ബേ, മരണപ്പെട്ടു പോയിട്ടുള്ള ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്, ഞങ്ങളുടെ അയൽവാസികളുണ്ട്, കൂട്ടുകാരുണ്ട്, ഞങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട്. അവരുടെയൊക്കെ ഖബറിടം നീ വിശാലമാക്കി കൊടുക്കുകയും അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. الحمد لله رب العالمين.